بسم الله الرحمن الرحيم. والطور وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع والبحر المسجور إن عذاب ربك لواقع ما له من دافع يوم تمور السماء مورا وتسير الجبال سيرا فويل يومئذ للمكذبين الذين هم في خوض يلعبون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1837 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 52-ാമത്തെ അധ്യായമായ സൂറത്ത് തൂറിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പഠനമാണ് ഇന്ന് നിർവഹിക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂഅ് വൽബഹ്രിൽ മസ്ജൂർ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ് മാ ലഹു മിൻ ദാഫിഅ് യൗമ തമൂറു السماء മൗറാ വതസീറു الجبال സൈറാ فويل يومئذ للمكذبين الذين هم في خوض يلعبون. صدق الله العلي العظيم. സൂറത്ത് തൂറിലെ ആദ്യത്തെ 12 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പുതിയൊരു സൂറത്തിന്റെ പഠനം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ 52-ാമത്തെ അധ്യായമായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള സൂറത്ത് തൂറാണ് നമ്മൾ ഇന്നു മുതൽ പഠന വിധേയമാക്കാൻ വേണ്ടി തുടങ്ങുന്നത്. സൂറത്ത് തൂർ, ഈ സൂറത്തിന്റെ പേര് അത്തൂർ എന്നാണ്. 49 ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. അത്തൂർ, അത്തൂർ എന്ന വാക്ക് അതിനൊരു അർത്ഥമുണ്ട്. ഒരു പർവ്വതം ആ പേരിൽ അറിയപ്പെടുന്നതായിട്ടും കാണാം. തൂർ സൈന എന്ന പേരിൽ സിനായ് മരുഭൂമിയുടെ മധ്യത്തിലായുള്ള ഒരു പർവ്വതം, പലപ്പോഴും ജബൽ മൂസ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പർവ്വതമാണ്. മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം മദീനയിൽ നിന്നുള്ള മടക്കയാത്രക്കിടയിൽ അദ്ദേഹത്തിന് ദിവ്യ വെളിപ്പാടുകൾ നൽകി ദൈവിക ചുമതല ഏൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു ആകർഷിച്ച് വിളിച്ചത് ആ പ്രദേശത്തേക്കാണ്, തൂർ പർവ്വതത്തിന്റെ അരികിലേക്കാണ്. അവിടെ വെച്ചാണ് ഫിറോവിന്റെ അടുക്കലേക്ക് ചെല്ലാനും ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചന ദൗത്യത്തിന് നേതൃത്വം നൽകാനും ഒക്കെ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ ചുമതലപ്പെടുത്തി ഏൽപ്പിക്കുന്നത്. ഈ പദം തൂർ എന്ന പദത്തിന്റെ അർത്ഥവും പർവ്വതം എന്ന് തന്നെ. അങ്ങനെ ആ പദം തന്നെയാണ് ഇപ്പോ സഹ്റ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ സഹാറ മരുഭൂമി എന്ന പേരിൽ അറിയുന്ന ആ മരുഭൂമി യഥാർത്ഥത്തില് അതിന്റെ പേര് സഹ്റ എന്നാണ്. സഹ്റ എന്നുള്ളത് അറബി വാക്കാണ്.
സെഹ്റ എന്നത് കറപ്റ്റഡ് ആയിട്ടാണ് സഹാറ എന്ന വിധത്തിൽ നമ്മൾ ഉച്ചരിക്കാറുള്ളത്. ഈ സെഹ്റ എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്ന് തന്നെയാണ് ഭാഷാപരമായിട്ട് അത് നൽകുന്ന സൂചന. മരുഭൂമി എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ തൂർ എന്ന് പറഞ്ഞാലും ഒരു പർവ്വതം എന്നാണ് ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥം. ഒരു പ്രത്യേക പർവ്വതം അങ്ങനെ അറിയപ്പെടുന്നുമുണ്ട്. അപ്പോ സിനായ് മരുഭൂമിയുടെ ഒരു വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ തൂർ പർവ്വതം അത് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു ഭൂപ്രദേശമാണ്. അള്ളാഹു തൂർ സൈനായിലെ ഒരു പ്രത്യേക വൃക്ഷത്തെ പരാമർശിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. അങ്ങനെ പരാമർശമില്ലാതെ തന്നെ ആ ഇടത്തെ ഒരു ഒലീവ് വൃക്ഷത്തെ ആയത്തുൻ നൂറിൽ അള്ളാഹു പരാമർശിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. സൂറത്തുൻ നൂറിലെ ആയത്തുൻ നൂറില് സൈത്തൂനത്തിൻ ലാ ശർഖിയത്തിൻ വലാ ഗർബിയ എന്ന വിധത്തിലൊരു പരാമർശം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ വേറെ ചിലയിടങ്ങളിലും അതിന്റെ സൈത്തിന്റെ മഹത്വവും സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു ചില പരാമർശങ്ങളൊക്കെ നടത്തിയത് കാണാം. ഈ തൂർ സൈനാന്റെ മുകളിലുള്ള ഒരു വൃക്ഷത്തിന്റെ നേരെയാണ് അള്ളാഹുവിന്റെ ദിവ്യപ്രകാശം ദൃശ്യമായത്. അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അള്ളാഹു ആ പർവ്വതത്തിന്റെ നേരെ ആ വൃക്ഷത്തിന്റെ മുകളിലേക്കായിട്ട് നോക്കാൻ വേണ്ടി പറയുകയായിരുന്നു. അപ്പൊ പർവ്വതം അവിടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിനെ കാണാൻ സാധിക്കും എന്ന കാര്യം പറഞ്ഞുകൊണ്ട്. പക്ഷെ പ്രപഞ്ചത്തിലെ ഈ അള്ളാഹുവിന്റെ ഈ സൃഷ്ടി പ്രപഞ്ചത്തിലെ ഒരു പ്രതിഭാസത്തിനും അള്ളാഹുവിനെ വഹിക്കാൻ കരുത്തില്ല എന്നതാണ് വസ്തുത. അള്ളാഹു അവന്റെ അസ്തിത്വം, അവന്റെ സ്വത്വം ഈ സൃഷ്ടി പ്രപഞ്ചത്തിൽ, അവന്റെ തന്നെ സൃഷ്ടിയായ ഈ പ്രപഞ്ചത്തില് അതിലൊന്നിനെയും വഹിക്കുക എന്നത്, ഒന്നിനെയും ഉൾക്കൊള്ളുക എന്നത് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇനി അതല്ലെങ്കിൽ മനുഷ്യന്റെ ദൃഷ്ടികൾക്കോ ഇന്ദ്രിയങ്ങൾക്കോ നിലവിലുള്ള അള്ളാഹു നൽകിയ കഴിവുകളും പ്രത്യേകതകളും ഉള്ള അവസ്ഥയിൽ അള്ളാഹുവിനെ ദർശിക്കുക എന്നത് സാധ്യമല്ല എന്നതാണ് ആ അനുഭവത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയുണ്ടായത്. അപ്പൊ ഒരുപാട് ചരിത്രപരമായ പരാമർശങ്ങൾ വരുന്ന, പല നിലക്കും പ്രാധാന്യമുള്ള ചരിത്ര സ്രോതസ്സുകളിൽ പലയിടത്തും ജബൽ മൂസ, മൂസ അലൈഹിസ്സലാമിന്റെ പർവ്വതം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന, വിവിധ പേരുകളിൽ സിനായ് പർവ്വതം എന്നും തൂർ പർവ്വതം എന്നും ഒക്കെയുള്ള വ്യത്യസ്തമായ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന മധ്യ പൗരസ്ത്യ ഭൂപ്രദേശത്തെ ഒരു പർവ്വതമാണ് തൂർ പർവ്വതം. അതിന് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളത് ഒട്ടേറെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭൂപ്രദേശം വിശുദ്ധ ഖുർആനിൽ പലതവണ ആവർത്തിച്ച് പരാമർശിക്കപ്പെടുന്നു എന്നതുകൊണ്ടും ധാരാളം പ്രവാചകന്മാരുടെ കർമ്മമണ്ഡലമായിരുന്ന ഒരു പ്രദേശം, അല്ലെങ്കിൽ കർമ്മമണ്ഡലങ്ങളോട് ചേർന്ന് കിടന്നിരുന്ന ഒരു പ്രദേശം എന്നൊക്കെയുള്ള നിലക്ക് ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ഒരു പ്രകൃതി അടയാളമാണ് ഈ തൂർ പർവ്വതം എന്നതാണ് അതിനെ വിശിഷ്ടമാക്കുന്നത്, ശ്രദ്ധേയമാക്കുന്നത്. എന്തായാലും ആ പർവ്വതത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഈ
സൂറത്തിന്റെ തുടക്കം. ഒന്നാമത്തെ ആയത്തിലെ അതിൽ 2 വാക്കുകളുണ്ട്. വാവ് എന്നൊരു ഒറ്റ അക്ഷരമായിട്ടുള്ള ഒരു വാക്കുണ്ട്. പിന്നെ തൂർ എന്നുള്ളത്, അത്തൂർ എന്നുള്ള പദം. അപ്പൊ ഈ വത്തൂർ എന്ന ഒന്നാമത്തെ ആയത്തിലെ അത്തൂർ എന്ന പദമാണ് ഈ സൂറത്തിന്റെ പേരായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അത് തിരിച്ചറിയാൻ വേണ്ടി ഉപകാരപ്രദമായ ഒരു അടയാളം എന്ന നിലക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു പേരാണ്. എന്നാൽ അതിന്റെ ഈ സൂറത്തിന്റെ ഉള്ളടക്കവുമായിട്ട് ഇവിടെ പരാമർശിക്കപ്പെടുന്ന സംഗതികൾക്കൊക്കെയും ബന്ധമുണ്ട്. ഈ സാക്ഷ്യപ്പെടുത്തല് അല്ലെങ്കിൽ ഖസം ചെയ്തുകൊണ്ട്, സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു രീതിയിലുള്ള തുടക്കമാണ് ഈ സൂറത്തിനുള്ളത്. വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളും അങ്ങനെയാണ്. അപ്പോ ഇവിടെയും ഒരു ഖസം കൊണ്ടാണ്, ഏതാനും പ്രതിഭാസങ്ങൾ പരാമർശിച്ചുകൊണ്ട് 6 or 7 പ്രതിഭാസങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു വളരെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തല്, ഒരു പ്രഖ്യാപനം ഈ സൂറത്തിൽ നടത്തുന്നത്. അപ്പൊ അതിൽപ്പെട്ട ഖസം ചെയ്യാൻ വേണ്ടി അള്ളാഹു പരാമർശിക്കുന്ന ഒരു സംഗതിയാണ് തൂർ പർവ്വതം. അതുപോലെ വേറെയും ചിലതൊക്കെ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. അപ്പൊ ഒന്നാമത്തെ ആയത്തിലെ പ്രധാനപ്പെട്ട പദം എന്ന നിലക്ക് അത്തൂർ എന്ന വാക്കാണ് ഈ സൂറത്തിന്റെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സൂറത്തും നമ്മൾ തൊട്ടു മുമ്പ് പഠന വിധേയമാക്കിയ സൂറത്തു ദാരിയാത്ത് പോലെ തന്നെ മക്കയിൽ ഏകദേശം ഒരേ കാലത്ത് അവതരിക്കുകയുണ്ടായ സൂറത്താണ്. 49 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളതെന്ന് നമ്മൾ കണ്ടു. മക്കയിൽ ഈ സൂറത്ത് അവതരിക്കുന്നത്, ഏതാനും സൂറത്തുകൾ ഏകദേശം ഒരേ കാലത്ത് അവതരിച്ചതായിട്ട് അടുത്തടുത്ത് വിശുദ്ധ ഖുർആനിന്റെ ഈ കമ്പൈൽഡ് ആയ രൂപത്തിൽ ചേർത്ത് വെച്ച് അറേഞ്ച് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ സൂറത്തു ദാരിയാത്തിന്റെ അവതരണ പശ്ചാത്തലത്തില് അല്ലെങ്കിൽ സമാനമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സൂറത്തു തൂറും അവതരിക്കുകയുണ്ടായത് എന്നത് അതിന്റെ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാർ എത്തിച്ചേരുന്ന ഒരു നിഗമനമാണ്. ഹദീസുകളിലോ വിശുദ്ധ ഖുർആനിന്റെ ടെക്സ്റ്റിന്റെ ഭാഗമായിട്ടോ ഒന്നും തന്നെ ഈ സൂറത്തിന്റെ അവതരണ കാലം ഏതാണ് എന്നത് നിർണയിക്കുന്ന പരാമർശങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അതിന്റെ കാലനിർണയം നടത്താൻ സാധിക്കും. ഇത് ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായ ദൗത്യ നിർവഹണം ആരംഭിച്ച് അതിനോടുള്ള പ്രതികരണം ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലം, എതിർപ്പും അതുപോലെ വിമർശനങ്ങളും കടുപ്പമേറിയ ആരോപണങ്ങളും ഒക്കെ ഉണ്ടായി വന്ന ഒരു സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോപണങ്ങളുടെ ശരവർഷം തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കേണ്ടി വന്ന ഒരു കാലമാണ്. അപ്പോ എന്നാല് അവരെ സത്യവിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വന്ന ആളുകളെ വ്യക്തിപരമായി ദ്രോഹിക്കുകയോ പീഡിപ്പിക്കുകയോ അവരെ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന സംഗതികൾക്ക് തുടക്കമായിട്ടില്ല. അതിന്റെ മുമ്പുള്ള ഒരു ഘട്ടത്തിലാണ് സൂറത്തു ദാരിയാത്ത് പോലെ തന്നെ സൂറത്തു തൂറും അവതരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളടക്കം പിന്നിട്ട ചില സൂറത്തു ദാരിയാത്ത് ഉൾപ്പെടെയുള്ള ഏതാനും സൂറത്തുകൾ ഇതിലേതുപോലെ തന്നെയുള്ള ചില സംഗതികളാണ്. അത് മക്കയിലെ ആ സമൂഹം അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന ദൈവിക സന്ദേശത്തിനോട് പ്രതികരിച്ചുകൊണ്ട് ഉന്നയിച്ച ആക്ഷേപങ്ങളുടെയും പ്രതികരണങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തില് കൗണ്ടർ ആർഗ്യുമെന്റ്സ് അവരുടെ മുന്നിൽ നിരത്തുകയാണ് ഇത്തരം സൂറത്തുകളിൽ. അവര് ചില ആശങ്കകളോ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയോ ആക്ഷേപമോ വിമർശനമോ ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് അള്ളാഹു മറുന്യായങ്ങള്
അവതരിപ്പിക്കുകയാണ് ഇത്തരം സൂറത്തുകളിൽ എന്ന് കാണാൻ കഴിയും. അപ്പോ തുടക്കത്തില് ഈ സൂറത്തിന്റെ ഈ ഖസമുകൾ പിന്നിട്ട് കഴിഞ്ഞാൽ ഖസമുകളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഒരു കാര്യം സമർത്ഥിച്ച് വെളിപ്പെടുത്തി പറയുന്നത് അത് പാരത്രിക ജീവിതം എന്ന ഉയർത്തെഴുന്നേൽപ്പ് എന്ന അതിനെ തുടർന്നുള്ള ആഖിറത്തിലെ ജീവിതം എന്ന കാര്യത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പോ പരലോകമാണ് പ്രധാനപ്പെട്ട വിഷയം ഈ സൂറത്തിൽ. പാരത്രിക ജീവിതം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് ഇവിടെ പല ആംഗിളിൽ നിന്നുമായിട്ട് വ്യക്തമാക്കപ്പെടുകയാണ്. സൂറത്തു ദാരിയാത്തില് പരലോകം എന്നത്, പാരത്രിക ജീവിതം എന്നത് വളരെയേറെ സംഭവ്യമായ സാധ്യതയുള്ള ഒരു സംഗതിയാണ് എന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ തെളിവുകളും ന്യായങ്ങളും ഒന്നും ഈ സൂറത്ത് തൂറില് അള്ളാഹു ആവർത്തിക്കുന്നില്ല. മറിച്ച് ചില വസ്തുതകള്, ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അത് എത്രത്തോളം അനിവാര്യമാണ് എന്നത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ അള്ളാഹു അവതരിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പാരത്രിക ജീവിതം എന്നത്, ഉയർത്തെഴുന്നേൽപ്പ് എന്നത് അനിവാര്യമായും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല എന്നാണ് ഇവിടെ മുഖ്യമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. അത് തടഞ്ഞു നിർത്താൻ, ബ്ലോക്ക് ചെയ്യാൻ, അങ്ങനെ ഒരു സംഗതി സംഭവിക്കുമ്പോൾ അതിനെ മുടക്കം ഉള്ളതാക്കി അതിനെ തടയാൻ കഴിയുന്നവരായിട്ട് ആരുമേ ഇല്ല എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യം. അപ്പോ സ്വാഭാവികമായിട്ടും ആഖിറത്തിനെ തള്ളിക്കളഞ്ഞ ആളുകളുടെ പരിണതി അത് അനിവാര്യമായും സംഭവിക്കുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും അതിനെ അംഗീകരിച്ചുകൊണ്ട് ദൈവഭക്തിയിൽ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകളുടെ പരിണിതി എന്തായിരിക്കും, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അവർ ഏറ്റുവാങ്ങാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ സൂറത്തില് പരാമർശിക്കപ്പെടുന്നു. ഇതിന്റെ മറ്റൊരു സെക്ഷനിൽ ഈ സൂറത്തില് ഖുറൈശി നേതാക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യ നിർവഹണത്തിനോട് പ്രതികരിച്ചുകൊണ്ട് സ്വീകരിച്ച ചില നിലപാടുകളെ, ആ നിലപാടുകളിൽ അടങ്ങിയിട്ടുള്ള പൊള്ളത്തരം വെളിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അതിനെ വിമർശന വിധേയമാക്കുകയാണ് എന്ന് കാണാം. അവര് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ട് അവകാശപ്പെട്ടുകൊണ്ടാണല്ലോ അവരുടെ മുന്നിൽ എണീറ്റ് നിൽക്കുന്നത്. അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അവര് അദ്ദേഹത്തെ ജ്യോത്സ്യനെന്ന്, ഭ്രാന്തനെന്ന്, കവി എന്ന് ഒക്കെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ വ്യക്തി അവരുടെ സമൂഹത്തില് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് സ്വന്തം നിലക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല എന്നത് അവര് അറിഞ്ഞോ അറിയാതെയോ സമ്മതിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് അവര് അദ്ദേഹത്തെ ജ്യോത്സ്യനെന്ന്, ഭ്രാന്തനെന്ന്, കവി എന്നൊക്കെ വിളിക്കേണ്ടി വരുന്നത്. അവർക്ക് പരിചയമുള്ള മുഹമ്മദ് 40 വർഷക്കാലം അവരുടെ ഇടയിൽ ജീവിച്ച അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായ ഖുറൈശി ഗോത്രത്തിലെ ആ യുവാവിന് ഇങ്ങനെയൊന്നും പറയാൻ സ്വന്തം നിലക്ക് ഇപ്പോ അദ്ദേഹം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും കേൾപ്പിക്കാൻ സ്വന്തം നിലക്ക് സാധിക്കുമായിരുന്ന ഒരാളല്ല എന്നത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വേറെ വല്ലതൊക്കെ ആക്കിയേ പറ്റൂ. അങ്ങനെയാണ് അവര് ജ്യോത്സ്യൻ എന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്, അതുപോലെ ഭ്രാന്തൻ എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്, കവി എന്ന ആരോപണം ഉന്നയിക്കുന്നത്, സാഹിർ എന്ന ആരോപണം ഉന്നയിക്കുന്നത്, മറ്റൊരിടത്ത് കാഹിൻ അഥവാ ജ്യോത്സ്യൻ എന്നൊക്കെയുള്ള വിധത്തില്
ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോ കാഹിൻ എന്ന ആരോപണമുണ്ട്, സാഹിർ എന്നതുണ്ട്, മജ്നൂൻ എന്നതുണ്ട്, ഷായിർ എന്നതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ആരോപണങ്ങൾ. കാരണം അവർക്ക് അതില് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ കാരണം. ആക്ഷേപമായിട്ട് ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കാത്തത് അവരുടെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ അത്രയും അടിസ്ഥാനരഹിതമായിരുന്നത് കൊണ്ടും ദുർബലമായിരുന്നത് കൊണ്ടും ഒക്കെയാണ്. അപ്പോ സാധാരണ ജനങ്ങളെ കബളിപ്പിച്ച് അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള, അവരെ തന്റെ പാട്ടിന് കൂടെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു മാന്ത്രികനാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനാണ്, ഒരു ജാലവിദ്യക്കാരനാണ്, ഭ്രാന്തനാണ്, കവിയാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തെ ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയ കാരുണ്യമായിട്ടാണ്, റഹ്മത്തായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ആ ജനത അദ്ദേഹത്തെ നോക്കിക്കണ്ടത് അത് വല്ലാത്തൊരു പൊല്ലാപ്പായി പോയല്ലോ എന്ന നിലക്കാണ്. ഒരു ആപത്താണ് വന്നണഞ്ഞിരിക്കുന്നത്. അവരുടെ ഒരു സ്വസ്ഥ ജീവിതത്തെ, സ്വൈര ജീവിതത്തെ തകർത്ത് കളയുന്ന ഒരു വല്ലാത്ത ആപത്തായിട്ട്, വിപത്തായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പൊല്ലാപ്പുണ്ടായ പോലെയാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി തങ്ങളുടെ ഇടയിൽ ദൗത്യം നിർവഹിച്ചു തുടങ്ങിയതിനെ നോക്കിക്കാണുകയുണ്ടായത്. അവരങ്ങനെയാണ് അതിനെ പരാമർശിച്ചത്. വല്ല പ്രകൃതി വിപത്തും വന്ന് അയാളങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാണ് അവരിൽ പലരും സ്വകാര്യമായും പരസ്യമായും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരുന്നതും ഒക്കെ. വല്ല വിപത്തും വന്ന് ഭവിച്ച് അയാളിൽ നിന്ന് തങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അവര് ശീലിച്ചു വന്ന, പിന്തുടർന്നു വരുന്ന അവരുടെ സ്വൈര ജീവിതം അതിന് വലിയ ശല്യമായി മാറുന്ന വിധത്തിലുള്ള ഒരു സാന്നിധ്യമായിട്ടാണ് അവര് അള്ളാഹുവിന്റെ പ്രവാചകനെ നോക്കിക്കാണുകയുണ്ടായത്. ഖുർആൻ അദ്ദേഹത്തെ മനുഷ്യരാശിക്കുള്ള കാരുണ്യമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ ആ സമൂഹം കൂട്ടാക്കുന്നില്ല, സന്നദ്ധരാകുന്നില്ല എന്നതാണ് വസ്തുത. എന്തെങ്കിലും ഒരു കാലവിപത്ത് വന്ന് വല്ല ഇടിമിന്നലേറ്റോ അതുപോലെ, അല്ലെങ്കിൽ ഭൂമിക്കടിയിലേക്ക് അങ്ങ് ആണ്ടുപോകുന്ന വിധത്തിൽ ഭൂമി പിളർന്നു പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അയാൾ അങ്ങ് തീർന്നിരുന്നെങ്കിൽ എന്നാണ് അവര് കൊതിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അവരുടെ ന്യായം, അവരുടെ സംസാരം, അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് സ്വയം ചമച്ചുണ്ടാക്കി അള്ളാഹുവിന്റെ പേരിൽ കെട്ടിവെച്ച് ഒരു തട്ടിപ്പ് നടത്തുകയാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവര് പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. അത് പല കാരണങ്ങളും പല വഴികളും അവര് അതിനു വേണ്ടി വിശദീകരണമായിട്ട് പറയുന്നുണ്ട്. വിദേശിയായ ഏതോ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്, അയാളുടെ സഹായത്തോടു കൂടിയാണ് അയാൾ ഈ വാചകങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ ആശയങ്ങൾ പറയുന്നത് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായത്. അള്ളാഹുവിന്റെ പേരിൽ പലതും പറഞ്ഞുകൊണ്ട് ഒരു തട്ടിപ്പ് നടത്തുകയാണ് എന്നതാണ്. നമ്മളെ ഗ്രൂപ്പിലും ചില ചോദ്യങ്ങൾ പതിവായി ഉന്നയിക്കപ്പെടാറുള്ളത് ഇതേ ഒരു ആംഗിളിലാണ്. പുതിയൊരു ചോദ്യമോ അല്ലെങ്കിൽ പുതിയൊരു നിലപാടോ ഒന്നുമല്ല. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു അതിഭീകരമായ തട്ടിപ്പ് നടത്തുന്ന ഒരാളാണ് ഇയാൾ എന്ന നിലക്കാണ് നമ്മുടെ ഗ്രൂപ്പിലും പലപ്പോഴും ചോദ്യങ്ങൾ നിരന്തരമായി ഉന്നയിക്കപ്പെടാറുണ്ടായിരുന്നത്. അപ്പോ പ്രവാചകത്വം നൽകപ്പെടുന്നുവെങ്കിൽ ഇത് ആർക്കെങ്കിലും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ശേഷം ഒരാൾക്ക് മനുഷ്യരാശിയെ സത്യമാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പ്രവാചകത്വം നൽകപ്പെടുന്നുവെങ്കിൽ അതിനേറ്റവും
യോജിച്ച തികവാർന്ന ആൾ ഇവൻ തന്നെയാണല്ലോ എന്ന നിലക്ക് പരിഹസിച്ചുകൊണ്ടും അവർ പറയുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പരിഹസിക്കാൻ ന്യായമായിട്ട് കാണുന്ന പല സംഗതികളും ഉണ്ട്. അദ്ദേഹം അനാഥനാണ്, ദരിദ്രനാണ്, അങ്ങനെ പല അവസ്ഥകളിലൂടെയും കടന്നുപോയ ഒരാളാണ് എന്നതൊക്കെ കാരണമായിട്ട് അവരതും മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മളൊക്കെ പ്രമാണിമാരായ തറവാട്ടുകാരായ നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഈ ഒരു കാര്യം ചുമതലപ്പെടുത്താൻ അള്ളാഹ്ക്ക് കിട്ടിയ ഒരാളെ എന്ന നിലക്ക് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതാണ് പശ്ചാത്തലം. അപ്പോ മറ്റൊരു ആരോപണമായിട്ട് അവര് ഉന്നയിച്ചിരുന്നത് ഇയാൾക്ക് വേറെന്തോ ലക്ഷ്യമുണ്ട്. അതും നമ്മുടെ ഗ്രൂപ്പിൽ ചിലർ ഉന്നയിച്ചൊരു കാര്യമാണ്. ആളുകളൊക്കെ പാട്ടിലാക്കി വലിയ സ്വാധീനം നേടി കരുത്തുണ്ടാക്കി അറബ് ദേശീയത സ്ഥാപിക്കുകയാണ് ഇയാളുടെ ലക്ഷ്യം എന്നൊക്കെയാണല്ലോ ഇവിടെ ചോദ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടിരുന്നത്. അപ്പോ മക്കയിലെ സമകാലികരായ പലരും തന്നെയും ഉന്നയിച്ച ഒരു ആരോപണത്തിന്റെ ഒരു റീവേർഡിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോ അവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇയാള് തങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ആവശ്യപ്പെടാനുള്ള പുറപ്പാടാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല വഴി ഇയാളെ എങ്ങനെയെങ്കിലും നിശബ്ദനാക്കുകയോ അല്ലെങ്കിൽ ഇയാളെ ഈ പ്രബോധന ദൗത്യം നിർവഹിക്കുന്ന പരിപാടിയിൽ നിന്ന് ഏതെങ്കിലും വിധത്തില് പേടിപ്പിച്ചോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ ഒക്കെ പിന്തിരിപ്പിക്കലാണ് അതിന്ന് രക്ഷ നേടാനുള്ള ഒരു വഴി എന്ന നിലക്കാണ് അവര് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോ ഇത് അവസാനിപ്പിച്ച് കിട്ടാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന നിലക്കുള്ള ഗൂഢാലോചനയും അവര് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് ആ ഘട്ടത്തിൽ. അപ്പോ യഥാർത്ഥത്തിൽ ഇവരുടെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വസ്തുത വലിയ അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആ സമൂഹത്തെ പ്രകാശത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുക എന്നൊരു കാര്യമാണ് പ്രവാചകൻ ചെയ്യാൻ ഉദ്യമിക്കുന്നത്. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇയർമാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ദൗത്യം അതാണ്. അവരെ മിനൽ ദുലുമാതി ഇലൻ നൂർ എന്ന് പരാമർശിച്ച ഒരു കാര്യം കാണാം. അന്ധകാരങ്ങളിൽ നിന്ന് വിവിധങ്ങളായ അന്ധകാരങ്ങളിലാണ് അവർ അകപ്പെട്ട് കഴിഞ്ഞിരുന്നത്. അതിൽ നിന്ന് അവരെ ദൈവിക പ്രകാശത്തിന്റെ മാർഗദർശനത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരിക എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൗത്യം. എന്നാൽ ഈ ആളുകൾ അതിനെ പരാമർശിച്ച് പറയുകയുണ്ടായത് ഇയാൾക്ക് വേറെന്തൊക്കെയോ അജണ്ടയുണ്ട്, അത് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങളെ വെറുതെ ചട്ടുകമാക്കുകയാണ്, അതിനു വേണ്ടിയാണ് ഞങ്ങളെയൊക്കെ പാട്ടിലാക്കുന്നത്, കൂടെ കൂട്ടുന്നത് എന്നതൊക്കെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കി ഈ ഭൂലോകത്തോട് തന്നെ വിട പറഞ്ഞു പോയിട്ട് പല നൂറ്റാണ്ടുകൾ പിന്നിടുകയായി. ഇന്നും കൃത്യമായിട്ട് ആർക്കും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഹിഡൻ അജണ്ട എന്താണ് എന്നത് പറയാൻ സാധിച്ചിട്ടില്ല. 23 വർഷക്കാലം നീണ്ടുനിന്ന ദൗത്യ നിർവഹണത്തില് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുമായിട്ട് അള്ളാഹു ചുമതലപ്പെടുത്തിയ ദൗത്യം വിജയിപ്പിച്ചെടുക്കുന്ന ഒരു കാര്യത്തില് വിശ്രമമില്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ. എന്നിട്ട് ഒടുക്കം ഇവരാരോപിക്കുന്ന വിധത്തിൽ എന്ത് ഭൗതികമായ ലക്ഷ്യമാണ് അദ്ദേഹം സാക്ഷാത്കരിക്കുകയുണ്ടായത് എന്നത് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുമ്പോൾ നമുക്ക് യാതൊന്നും കാണാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ആളുകൾ എത്ര മൂഢമായിട്ടാണ് കാര്യങ്ങളെ സമീപിച്ചിരുന്നത് എന്നതുകൂടി നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. അപ്പോ അത്തരം നിലപാടുകൾ വെച്ച് പുലർത്തിയിരുന്ന ആളുകൾക്ക് അവര് ഉന്നയിക്കുകയോ മനസ്സിൽ കരുതുകയോ ഒക്കെ ചെയ്തിരുന്ന തരം വിമർശനങ്ങൾക്കുള്ള മറുപടി ഈ സൂറത്തിൽ നൽകപ്പെടുന്നുണ്ട്.
അവരുടെ സന്ദേഹങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നത് അള്ളാഹു തുറന്നു കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ കാര്യത്തില് അവരാവശ്യപ്പെട്ട വിധത്തിൽ തന്നെ ഒന്നിനു പുറകെ ഒന്നായി പല മുഅ്ജിസാത്തുകളും കാണിക്കപ്പെടുകയുണ്ടായിട്ടും അതൊന്നും തന്നെ അവരില് യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. അതിനൊക്കെ അവര് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് തള്ളിക്കളയുകയാണ്. എന്നാൽ ഏറ്റവും സുപ്രധാനമായ വ്യാഖ്യാനം, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു അമാനുഷികതയുള്ള ഒരു കാര്യം, അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അത് ഇന്നും നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിലകൊള്ളുകയാണ്. മുഅ്ജിസത്തുകൾ ഒന്നിനു പുറകെ ഒന്നായി പലതും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രനെ പിളർത്തിയ പോലെയുള്ള സംഭവങ്ങൾ ഖുർആൻ പരാമർശിക്കുന്നത് കാണാം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നത് അവർക്ക് ബോധ്യപ്പെടുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇസ്രാഉം മിഅ്റാജും ഒക്കെ അതിൽപ്പെട്ട സംഗതികൾ തന്നെയാണ്. അതുപോലെ വേറെയും ധാരാളം ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് ഹിജ്റയുടെ ഘട്ടത്തിൽ സുറാഖത്ത് ബിനു മാലിക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്പോട്ട് ചെയ്തിട്ട് മക്കയിലെ ശത്രുക്കൾക്ക് വിവരം അറിയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയ സന്ദർഭത്തിലുണ്ടായ വളരെ അവിശ്വസനീയമായ കാര്യങ്ങൾ നമ്മൾ പലതും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോ അത്തരം അസാധാരണത്വമുള്ള സംഭവങ്ങള് ഒന്നോ രണ്ടോ മൂന്നോ ഒന്നുമല്ല, ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്. അത് പ്രവാചകനായി അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ നിലക്ക് നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ബാല്യം തൊട്ടേ ധാരാളം കാര്യങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകനെ വ്യതിരിക്തനാക്കുന്ന പലതും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് സിറിയയിലേക്ക്, ഷാം പ്രദേശത്തേക്ക് അബൂ താലിബിനോടൊപ്പം യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സംഭവം എല്ലാവർക്കും അറിയുന്നതാണ്. ഹലീമ റളിയല്ലാഹു അൻഹയുടെ അടുക്കല് കഴിഞ്ഞിരുന്ന ആ ശൈശവകാലത്തുണ്ടായ സംഭവങ്ങളും എല്ലാവർക്കും ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത്തരം മുഅ്ജിസത്തുകളൊന്നും പ്രവാചകനായി ചുമതലയേറ്റതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ കാണിക്കപ്പെട്ട പല സംഗതികളും അവരെ സംബന്ധിച്ചിടത്തോളം പല കൗണ്ടർ ആർഗ്യുമെന്റ്സുമായിട്ട് വന്ന് അവയൊക്കെ അവര് മറ്റു പല നിലക്കും വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് അവയെ അവഗണിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അപ്പോ ഇങ്ങനെ നിഷേധവും എതിർപ്പും തള്ളിക്കളയലുമൊക്കെ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് ഈ സൂറത്തില് അള്ളാഹു തന്റെ പ്രവാചകനെ പഠിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ആരോപണം, വിമർശനം പോലെയുള്ള സംഗതികളെ വകവെക്കേണ്ടതില്ല. താങ്കളെ ചുമതലപ്പെടുത്തിയ പ്രബോധനം തുടരുക, ബോധവൽക്കരണം നിർവഹിച്ചുകൊണ്ടേയിരിക്കുക, എതിർപ്പുകളെ ക്ഷമയോടുകൂടി നേരിടുക. നിഷേധികൾക്കെതിരെ അള്ളാഹുവിന്റെ പ്രവാചകനെ കുഫാറുകളുടെ അടുക്കലേക്ക് നിയോഗിച്ചയച്ചതിന് ശേഷം അള്ളാഹു പൂർണ്ണമായി രംഗം വിടുകയല്ല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുഫാറുകളുടെ ഇടയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ അവര് അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത് കളയും, അദ്ദേഹത്തിന്റെ ദൗത്യം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടു പോകും എന്ന വിധത്തിലൊന്നുമുള്ള ആശങ്ക വേണ്ടതില്ല. അള്ളാഹു സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവനായിട്ടുണ്ട്, ഒട്ടും അകലെയല്ലാതെ അവന്റെ നിരീക്ഷണത്തിന് കീഴിലാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു അഷ്വറൻസ് ആണ് ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു തആല തന്റെ പ്രവാചകന് നൽകുന്നത്. അപ്പോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന സമയം ആഗതമാവുന്നത് വരെ സഹനം അവലംബിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി കൺസിസ്റ്റൻസിയോടുകൂടി കാര്യങ്ങളെ പ്രതിബദ്ധതയോടെ നിർവഹിക്കാനാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, അവനെ പ്രകീർത്തിക്കുക,
അവനിലുള്ള വിശ്വാസത്തിന്റെ അടിത്തറയിൽ കരുത്താർജിക്കുക. ഇതൊക്കെയാണ് അള്ളാഹു തന്റെ പ്രവാചകന് ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾ. അപ്പോ സൂറത്ത് തൂറിന്റെ ഒരു ഏകദേശ രൂപമാണ്, അതിന്റെ ഉള്ളടക്കത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഏകദേശ ചിത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. അതിന്റെ പേര് അത്തൂർ എന്നത് വന്നത് എങ്ങനെയാണ്, അതിന്റെ അവതരണ പശ്ചാത്തലം, അതിന്റെ അവതരണം ഉണ്ടായത് എപ്പോഴാണ്, അതുപോലെ അതിന്റെ മുഖ്യമായ ഉള്ളടക്കം എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുകയുണ്ടായത്. ഇൻഷാ അല്ലാഹ് സൂറത്തിന്റെ ആയാത്തുകളുടെ പഠനം നമുക്ക് നാളെ മുതൽ ആരംഭിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.